ഹായ് ദ്രുദ്ര ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളെല്ലാവരും കൂടെ രാവിലെ തന്നെ കൂറ്റഞ്ചേരി അമ്പലത്തിലേക്ക് പോവുക കേട്ടോ. കൂറ്റഞ്ചേരി ഉത്സവം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 24-നാണ് സ്റ്റാർട്ട് ചെയ്തത്. 31-ാം തീയതി വരെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് രാവിലെ ഒന്ന് പോയി തൊഴാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്നിപ്പോൾ മണ്ഡലം നോയമ്പൊക്കെ തീരുമല്ലേ, അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ പോവുകയാണ് ഒന്ന് തൊഴാൻ വേണ്ടിയിട്ട്. ദ്രവനിക പതിവ് പോലെ കാറിലിരുന്ന് പാട്ടൊക്കെ പാടുന്നുണ്ട്. അതൊക്കെ കേട്ട് കണ്ണാടിക്കിലെത്തിയത് അറിഞ്ഞിട്ടില്ല. അങ്ങനെ കണ്ണാടിക്കിലെത്തിയിട്ടോ ഞങ്ങൾ. അപ്പോൾ കണ്ണാടിക്കിൽ ചന്ത ഇന്നലെ ആട്ടോ സ്റ്റാർട്ട് ചെയ്തത്. അതായത് യന്ത്രൂഞ്ഞാലും ആകാശത്തോണിയും എല്ലാം ഇന്നലെയാണ്, അതായത് 25-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്തത്. കണ്ണാടിക്ക് ചന്ത വൈകുന്നേരം ആവട്ടോ സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പം പീടികളൊക്കെ അടച്ചിട്ടതാണ് രാവിലെ ആയതുകൊണ്ട് തന്നെ. പിന്നെ കുറേ കലങ്ങളുണ്ട് കേട്ടോ. ഒരുപാട് കലങ്ങളും ചട്ടികളും ഒക്കെ വിൽക്കണ സ്ഥലങ്ങളുണ്ട്. കുറച്ചും കൂടെ മുന്നോട്ടേക്ക് വരണമെന്നേ ഉള്ളൂ. അമ്പലത്തിലേക്ക് വരുന്ന സൈഡാട്ടോ അത്. പിന്നെ അതാ സ്റ്റേജും ഗ്രൗണ്ടും. പിന്നെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തു. ഗ്രൗണ്ടിൻ്റെ നടുവ് കൂടെ കമ്പി കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. പിന്നെ ആംബുലൻസ് സജ്ജാണ്. അപ്പം എന്തെങ്കിലും വൈകുന്നേരം ഈ കാണുന്ന പോലെ ഒന്നല്ല, രാവിലത്തെ പോലെയല്ല, ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ ഗാനമേളൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഭയങ്കര തിരക്കായിരിക്കും. അപ്പം എല്ലാ സജ്ജീകരണങ്ങളും വേണമല്ലോ. പിന്നെ അമ്പലത്തിലേക്ക് ഞങ്ങൾ കയറി തൊഴുതു. അമ്പലക്കുളമാട്ടോ അത്. ഉത്സവത്തിന് ഇങ്ങോട്ടേക്ക് ആർക്കും പ്രവേശനമില്ല, അതുകൊണ്ടാണ് കയറ് കെട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ അമ്പലത്തിൻ്റെ സൈഡിൽ ഇതാ സ്റ്റെപ്പായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എങ്ങോട്ടും കയറി പോകാനൊന്നുമല്ല, ആളുകൾക്ക് വന്ന് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഉത്സവത്തിൻ്റെ സമയം അല്ലാതെയും ഒക്കെ എല്ലാവർക്കും വന്ന് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു ഇതുണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഞങ്ങളിരിക്കുന്നതിൻ്റെ തൊട്ട് മുകളിലായിട്ട് നല്ല ലൈറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. രാവിലെ ആയതുകൊണ്ട് പിന്നെ കാണൂല. പിന്നെ ഫോട്ടോ എടുക്കുമ്പോഴും വീഡിയോ എടുക്കുമ്പോഴും എൻ്റെ മക്കൾക്ക് എപ്പോഴും ഉള്ളതാണ് മുഖം കൊണ്ട് കോഷ്ടി കാണിക്കൽ. അതവർ നിർത്തുകയില്ല. പിന്നെ ദ്രാവത്തൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് സബ്സ്ക്രൈബ് ചെയ്യണേ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ധ്രുവത്ത് വന്നിട്ട് അവൻ പറഞ്ഞത് കേട്ടിട്ട് വേണ്ട, സബ്സ്ക്രൈബ് ചെയ്യരുതെന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ മുഖം വാടിയിട്ടോ. ഭയങ്കര സങ്കടമായ ആൾക്ക്, പാവം. ദ്രവനിക അവിടെ നിന്ന് വികൃതിയൊക്കെ കളിക്കുക കേട്ടോ. എന്തൊക്കെയാണ് ഞങ്ങളിപ്പോൾ ചെയ്യേണ്ടതെന്നാണ്. അമ്മച്ചനും മക്കളും കുറച്ച് നടന്നു വരാമെന്ന് പറഞ്ഞ് പോയി. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു കേട്ടോ. ഒരുപാട് തിരക്കൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അമ്പലത്തിൽ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, വൈകുന്നേരങ്ങളിലാണ് എല്ലാവരും വരിക. വൈകുന്നേരങ്ങളിൽ നല്ല തിരക്കായിരിക്കും കേട്ടോ. അവിടെ ഒന്നും നിൽക്കാനേ പറ്റില്ല, അത്രയും തിരക്കായിരിക്കും ഉത്സവമായത് കാരണം. പിന്നെ ഇത് അമ്പലത്തിൻ്റെ ഓഡിറ്റോറിയം ആട്ടോ. അപ്പം ഇതിൻ്റെ ഉള്ളിൽ വലിയ സ്റ്റേജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഓരോ പരിപാടികൾ നടക്കുന്ന ഫ്ലെക്സുകളാണ് കേട്ടോ. അപ്പം ഇന്ന് പരിപാടികൾ എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ പ്രദേശത്തെ കലാപ്രതിഭകൾ അവതരിപ്പിക്കുന്ന ക്ലാസിക്കൽ ഡാൻസും ഫ്യൂഷൻ ഡാൻസും ഗ്രൂപ്പ് ഡാൻസും തിരുവാതിരയും എല്ലാം ഇന്നാട്ടോ. എല്ലാ കൊല്ലവും നല്ല നല്ല പരിപാടികളാട്ടോ അവിടുത്തെ സ്റ്റേജിലുണ്ടാവുക. ഓരോ ദിവസവും ഓരോരോ പരിപാടികളുണ്ടാവും. അതൊക്കെ കണ്ടിരിക്കാൻ വൈകുന്നേരമാണ് അതൊക്കെ ഉണ്ടാവുക. റോഡരികിൽ ചെറിയ ചെറിയ പീടികകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, ഓരോരോ സാധനങ്ങൾ വിൽക്കാനൊക്കെ. അപ്പോൾ അതൊക്കെ വൈകുന്നേരങ്ങളിലാണ് ഉണ്ടാവുക. രാവിലെ ഒന്നും ഓപ്പൺ അല്ല, വൈകുന്നേരമാണ് ഉണ്ടാവുക. ഇതാണ് മരത്തിൻ്റെ തോട്ടിൽ കഫേ. ആദ്യത്തെ വീഡിയോയിലുണ്ടായിരുന്നു. ഇത് ആദ്യം ഇവിടെ ഉള്ളതാണോ അല്ലേ കേട്ടോ. അച്ഛൻ പറഞ്ഞു, ഞാൻ വിചാരിച്ചു ഇതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചതായിരിക്കുമെന്ന്, പരിപാടിക്ക് വേണ്ടിയിട്ട്. പിന്നെ അതാ അപ്പുറത്തെ സെക്ഷനിൽ നമ്മളെ യന്ത്രൂഞ്ഞാലും പിന്നെ ബ്രേക്ക് ഡാൻസും ഒക്കെ അവിടെയാണുള്ളത്, ആദ്യത്തെ സെക്ഷൻ. പിന്നെ കുറച്ചും കൂടെ മുന്നോട്ടേക്ക് വന്നാലാണ് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മളെ മരണക്കിണറും പിന്നെ യന്ത്രൂഞ്ഞാലും എല്ലാം ഉള്ളത് കേട്ടോ. കുട്ടികൾക്ക് കളിക്കാനുള്ളതൊക്കെ എല്ലാം അവർ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് അടിച്ച് പൊളിക്കാവുന്ന ഒരു പരിപാടിയാണ് കേട്ടോ. 25-ാം തീയതി ഇതൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്നൊക്കെ വന്നാൽ അടിച്ച് പൊളിക്കാം. അപ്പം മറന്നു പോകേണ്ട ആരോടും, എല്ലാവരും വരിക കണ്ണാടിക്കൽ ചന്തയിലേക്ക്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയ പാടെ അമ്മച്ചനെ സോപ്പിട്ട് അടുത്ത വീഡിയോയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അമ്മച്ചൻ അവരെ സോപ്പിൽ വീണിട്ടുമുണ്ട്. അപ്പം ഇനിയിപ്പം എന്താവോ എന്തോ. അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ.